ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള തൃശൂർ പുലിക്കളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. പുലിക്കളിയുടെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള പുലിവാൾ എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. സീതാറാമിൽ ദേശത്തിപ്പോൾ വിശദാംശങ്ങളുമായി സൂരജ് സജി ഇപ്പോൾ ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള തൃശൂർ പുലികളിക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പുലികളിയുടെ വിളംബരം അറിയിച്ചുകൊണ്ടുള്ള പുലിവാൾ എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. സീതാറാമിൽ ദേശത്താണ് ഇപ്പോൾ ഈ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരും. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പുലികളി നടക്കാൻ പോകുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. പുലികളിക്ക് അതിന് പിന്നാലെ സർക്കാർ അനുമതി നൽകുകയും ചെയ്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് വേണമോ വേണ്ടയോ എന്നുള്ള ചർച്ചയൊക്കെ നടന്നതാണ്. സർക്കാർ പിന്നീട് അനുമതി നൽകുകയായിരുന്നു. സൂരജ് സജി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, പറയൂ. ഉന്മേഷ്, അങ്ങനെ പുലിമടകൾ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സീതാറാം മിൽദേശത്തിന്റെ പുലിമടയിലാണ്. ദാ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, ദൃശ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ കാണാം, ദാ മുഖംമൂടികളടക്കം, അരമണി അടക്കം, നാളെ ഇറങ്ങുന്ന പുലിസംഘങ്ങൾക്ക് വേണ്ടിയുള്ള ആടയാഭരണങ്ങളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അവസാനവട്ട ഒരുക്കങ്ങളിലേക്കാണ്. ഇക്കുറി പുതുമകൾ ഏറെ ഉണ്ടെന്നാണ് ഓരോ സംഘവും വ്യക്തമാക്കുന്നത്. എല്ലാവരും അവസാന നിമിഷത്തിലേക്ക് എത്തുമ്പോൾ സസ്പെൻസുകൾ ഏറെ ഉണ്ടെന്ന് പറയുന്നു. 7 ദേശങ്ങളാണ് ഇക്കുറി ഈ പുലിക്കളി മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 31 അംഗങ്ങൾ മുതൽ 51 അംഗങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന അംഗങ്ങൾ ഓരോ ടീമിലും ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഈ സീതാറാം മിൽദേശത്തിന്റെ സംഘാടകർ കൂടി ചേരുകയാണ്. എന്തൊക്കെയായി ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. നാളെ ഈ സമയമാകുമ്പോഴേക്കും പുലികളെല്ലാം നഗരത്തിലെത്തിയിട്ടുണ്ടാവും. കാരണം 5 മണിക്ക് നമ്മൾ ആദ്യ ഘട്ടത്തിൽ കയറണം. നമ്മൾ ഒന്നാമത്തെ നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം കയറേണ്ട ടീം സീതാറാമാണ്. നമ്മളെ സംബന്ധിച്ച് പുലികളുടെ എല്ലാ കാര്യങ്ങളും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ടാബ്ലോൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയപ്രദർശനം ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചു. ഇന്ന് നമ്മൾ പുലിവാൽ എഴുന്നള്ളിപ്പാണ്. ഇത് കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി പുലിവാൽ എഴുന്നള്ളിപ്പ് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ പുലിമടയിലേക്ക്, പുലിമട എന്ന് പറയുന്നത് നമ്മൾ പുലികളെ വരയ്ക്കുന്ന നാളെ രാവിലെ 5 മണി മുതൽ നമ്മൾ പുലി വര ആരംഭിക്കും. പുലികളെ വരച്ചു തുടങ്ങും. 51 പുലികളാണ് ഈ പ്രാവശ്യമുള്ളത്. ഒരു വനിതാ പുലി അടക്കമുള്ള പുലികൾ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ അവരെ വരയ്ക്കുന്ന നമുക്ക് 2:30-ക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് അത്യാവശ്യമാണ്. കാരണം 5:30-ക്ക് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ, 5 മണിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 2:30-ക്ക് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുലിയിറക്കത്തിന് മുന്നോടിയായിട്ട് തന്നെ പുലികളുടെ വര പൂർത്തിയാക്കേണ്ടതുള്ളതുകൊണ്ട് 5 മണിക്ക് തന്നെ നമ്മൾ പുലികളുടെ വര ആരംഭിക്കും. അപ്പം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ ആവേശം തന്നെയാണ് ഉന്മേഷ്. എല്ലാ പുലിമടകളിലും ഇപ്പോൾ നമ്മൾ ഈ 7 ദേശങ്ങളും സഞ്ചരിച്ചു വന്നതാണ്. അവിടെ എല്ലാം തന്നെ വലിയ ആവേശമുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെ തന്നെ ഇതിന്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കും. ഇന്ന് ഇതിന്റെ അണിയറയിലെല്ലാം, അതായത് ഇതിന്റെ ഒപ്പം വരേണ്ട ടാബ്ലോയുടെ എല്ലാം നിർമ്മാണങ്ങൾ അവസാന ഘട്ടത്തിലാണ്. വലിയ ആവേശം എല്ലാ മേഖലയിലും ഉണ്ട് ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.